സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഇന്നലത്തെ ഒരു കഥ പകുതിക്ക് വെച്ചിട്ടാണുള്ളത്. അത് നമുക്ക് ഏതായാലും പൂർത്തിയാക്കാം. ഭട്ടതിരിപ്പാടിന്റെ അല്ലേ, ഭട്ടതിരിക്ക് എവിടെയോ പോയി വീണ്ടും ഒരു കുട്ടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേ വെച്ചത്. പിന്നീട് അദ്ദേഹം ജീവാവസാനം വരെ ഭട്ടതിരി ആ കണിയാന്റെ പടിപ്പുരയിൽ തന്നെ താമസിക്കുകയും ജ്യോതിശാസ്ത്ര സംബന്ധമായി ഒരുപാട് സംഗതികൾ തന്റെ പുത്രന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, താൻ മരിച്ചാൽ ശവം ആ പടിപ്പുരയിൽ തന്നെ സ്ഥാപിച്ചു കൊള്ളണമെന്നും ആ സ്ഥലത്തിരുന്ന് പ്രശ്നം വെച്ച് പറയുന്നതെല്ലാം സൂക്ഷ്മമായിരിക്കുമെന്നും ഭട്ടതിരി ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യം ഏതാനും ശിരസ വഹിക്കണല്ലോ. അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷം ശവം ആ പടിപ്പുരയിൽ തന്നെ സ്ഥാപിച്ചു. അതിന് ശേഷം അവിടെ ഇരുന്നല്ലാതെ പ്രശ്നം വെക്കുകയില്ലെന്ന് ഏർപ്പാടും വെച്ചു. ഇതിനാലാണ് പാഴൂർ പടിപ്പുര പ്രശ്നത്തിന് വിശേഷവും പ്രസിദ്ധിയും ഉണ്ടായി തീർന്നത്. ഒരു പാട്ടില്ലല്ലേ, പാഴൂർ പടിക്കൽ പഞ്ചാംഗം നോക്കി പണ്ടാരോ നിശ്ചയിച്ച കല്യാണം. അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് മാതിരി പാഴൂർ പടി എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരം ആണ് ജ്യോതിഷത്തിന് അങ്ങനെ തീർച്ചയായും. ഈ പടിപ്പുര കൂടാതെ അവിടെ വേറെയും പടിപ്പുര ഉണ്ട്. അതിന് മാഹാത്മ്യം ഉണ്ടാകുന്നതിന് വേറെ കാരണമുണ്ട്. അതും താഴെ പറഞ്ഞുകൊള്ളാട്ടോ. അതും പറഞ്ഞു തരാം. പാഴൂർ കണിയാരുടെ അവിടെ പടിപ്പുര 3 ഉണ്ട്. അവയിലൊന്ന് കണിയാരുടെ വാസഗൃഹത്തിന്റെ തെക്കുവശത്ത്, ഒരു നദിയുടെ തീരത്ത്. അവിടെ വെച്ചാണ് ഭട്ടതിരിയും കണിയാട്ടിയും ആരും കൂടി സഹശയനം ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയൊരു ഭവനം. ഇത് ഈ കണിയാര് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ആ അത്ഭുത സംഗതിയുടെ സ്മാരകമായിട്ട് ആ സ്ഥലം ഇപ്പോഴും കെട്ടി സൂക്ഷിച്ചിട്ടിരിക്കുന്നു. അത് കളഞ്ഞില്ല എന്നല്ലാതെ ആ സ്ഥലത്തെ യാതൊരു കാര്യത്തിനും ഉപയോഗപ്പെടുത്താറില്ല. അത് അവിടെ ഉണ്ട്. പിന്നെ 2 പടിപ്പുരകളുള്ളത് ഗൃഹത്തിന്റെ കിഴക്ക് വശത്ത്, കിഴക്കും പടിഞ്ഞാറുമായി പടിപ്പുര സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. അവയിൽ പടിഞ്ഞാറുള്ള പടിപ്പുരയിലാണ് ഭട്ടതിരിയുടെ മൃതശരീരം സ്ഥാപിച്ചിട്ടുള്ളത്. കണിയാർ അവിടെ ഇരുന്നാണ് ഇന്നും രാശി വെക്കുന്നതും ഒഴിവ് കാണുകയും ചെയ്യുന്നത്. പ്രസിദ്ധമായ പടിപ്പുരയും അത് തന്നെയാണ്. മറ്റതിന് ഇത്ര പ്രാധാന്യമില്ലാന്നർത്ഥം. പ്രശ്നത്തിന്റെ ഫലം പറയുന്നതിന് ആ പടിപ്പുരയിലും അതിന്റെ കിഴക്ക് വശത്തുള്ള പടിപ്പുരയിലും ഇരിക്കാറുണ്ട്. 2 സ്ഥലത്തും ഇരിക്കാറുണ്ട്. സാക്ഷാൽ പടിപ്പുരയുടെ കിഴക്ക് വശത്തുള്ള പടിപ്പുരക്കും മാഹാത്മ്യം ഒട്ടും കുറവില്ല. ആ പടിപ്പുരക്ക് മാഹാത്മ്യം ഉണ്ടായതിന്റെ കാരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത്രയില്ലെങ്കിലും അതിനൊരു പ്രാധാന്യമുണ്ട്. ഭട്ടതിരിയുടെ അനുഗ്രഹവും മാഹാത്മ്യവും കൊണ്ടും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞത കൊണ്ടും അറിവ് കൊണ്ടും പാഴൂർ കണിയാൻ ഏറ്റവും പ്രസിദ്ധനായി തീർന്നതിന്റെ ശേഷം അവനെ ഒന്ന് പറ്റിക്കണമെന്ന് നിശ്ചയിച്ച്. അങ്ങനെ ഉണ്ടല്ലോ, ശുക്രന്മാര് ബ്രാഹ്മണ വേഷം ധരിച്ച് കണിയാരുടെ അടുക്കൽ ചെന്നു. ബുധനും ശുക്രനും ഗ്രഹങ്ങള്. അവർ ചെന്നിരുന്നത് ആ കിഴക്കേ അറ്റത്തുള്ള പടിപ്പുരയിലാണ്. 2 ബ്രാഹ്മണർ തന്നെ കാണാനായി വന്നിരിക്കുന്നു എന്ന് കേട്ട ഉടനെ കണിയാർ പടിപ്പുരക്കൽ ചെന്ന് ആദരപൂർവ്വം വന്ദിച്ചു. എന്തിനാണാവോ എഴുന്നള്ളിയത് എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം. ബ്രാഹ്മണര്, ഇപ്പോൾ ബുധശുക്രന്മാർ ഏത് രാശിയിലാണെന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞങ്ങൾ വന്നത്, പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഉടനെ കണിയാർ പഞ്ചാംഗം എടുത്തു നോക്കി. ഇന്നിന്ന രാശികളിലാണെന്ന് പറയുകയും ചെയ്തു. ബ്രാഹ്മണര് പറഞ്ഞു നേരം, അതുകൊണ്ട് മതിയായില്ല, ഗ്രഹങ്ങളെ ഗണിക്കാനും മറ്റും ഞങ്ങളും കുറേശ്ശെ വശമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഗണിച്ചിട്ട് അങ്ങനെയല്ലല്ലോ കണ്ടത്. അതിനാൽ കണിയാർ ഒന്ന് ഗണിച്ചു നോക്കി തന്നെ പറയണം എന്ന് പറഞ്ഞു. എന്തിനിങ്ങനെ ദ്രോഹിക്കണം? അപ്പൊ കണിയാര് ഗണിച്ചു നോക്കാനൊന്നുമില്ല, ഈ പഞ്ചാംഗം അടിയൻ സൂക്ഷ്മമായി ഗണിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. ഈ പഞ്ചാംഗം അത്ര സൂക്ഷ്മമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. കണിയാരൊന്ന് ഗണിച്ചു തന്നെ നോക്കണമെന്നില്ല. ഒരു വാശിയായി. അപ്പൊ നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ട് കണിയാർ ബുധശുക്രന്മാരെ ഗണിച്ചു നോക്കി. അപ്പോൾ പഞ്ചാംഗത്തിലുള്ളതുപോലെയല്ല കണ്ടത്. ഉടനെ ബ്രാഹ്മണർ, പഞ്ചാംഗം ശരിയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സമ്മതമായില്ലേ? ഇപ്പോൾ ഗണിച്ചതും നല്ല ശരിയായെന്ന് തോന്നുന്നില്ല കേട്ടോ. കണിയാർ നല്ലപോലെ മനസ്സിരുത്തി ഒന്നുകൂടി ഗണിക്കണം എന്ന് പറഞ്ഞു. ഇനി ദ്രോഹം. കണിയാർ വീണ്ടും ഗണിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണർ മുമ്പിലിരുന്ന സ്ഥലത്ത് നിന്ന് ഒന്നും അറിയുന്നു. കണിയാർ 2ാമത് ഗണിച്ചപ്പോൾ പഞ്ചാംഗത്തിലുള്ളതുപോലെയും ആദ്യം ഗണിച്ചതുപോലെയും അല്ല കണ്ടത്. അപ്പോൾ ബ്രാഹ്മണർ, ഇതും ശരിയായില്ലല്ലോ, ഒന്നുകൂടി ഗണിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഇങ്ങനെ കണിയാർ പല പ്രാവശ്യം ഗണിക്കാൻ തുടങ്ങുമ്പോൾ ബ്രാഹ്മണർ മാറി മാറിയിരിക്കയാൽ ബുധശുക്രന്മാരുടെ സ്ഥിതി മാറി മാറി കാണുകയും ചെയ്തു.
ഇപ്രകാരം അനേകം തവണ ആയപ്പോൾ ഈ വന്നിരിക്കുന്നത് കേവലം ബ്രാഹ്മണരിലെന്നും ബുധശുക്രന്മാർ തന്നെ പരീക്ഷിക്കാനായി വേഷം മാറി വന്നിരിക്കുകയാണെന്നും മനസ്സിലാക്കിയിട്ട് കണിയാർ പറഞ്ഞു, അടിയനെ ഒരു ഗ്രന്ഥം ഒന്ന് നോക്കാനുണ്ട്. അത് നോക്കി ഗണിച്ചാൽ ഒരിക്കലും തെറ്റുകയില്ല. വേറൊരു ഗ്രന്ഥം, അത് വിശേഷപ്പെട്ട ഗണിത ശാസ്ത്ര ഗ്രന്ഥമാണ്. അകത്ത് നിന്ന് അതുകൂടി എടുത്ത് കൊണ്ടുവന്നിട്ട് അടുത്ത ഗണിക്കലുണ്ട്. അതുവരെ തമ്പുരാക്കന്മാർ എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആവാമെന്ന് ബ്രാഹ്മണർ സമ്മതിച്ചപ്പോൾ വീണ്ടും കണിയാർ അങ്ങനെ കൽപ്പിച്ചത് കൊണ്ട് മതിയായില്ല. ഇതിനെ തീർച്ചയാക്കാതെ എഴുന്നള്ളിക്കളഞ്ഞെങ്കിൽ അടിയന് വലിയ കുറച്ചിലായിട്ട് തീരും. അതിനാൽ തിരിച്ചു വന്നല്ലാതെ എഴുന്നള്ളുകയില്ലെന്ന് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അല്ല, ആരോട് ഇവരെ കളി? അപ്രകാരം ബ്രാഹ്മണർ സത്യം ചെയ്യുകയും കണിയാർ അകത്ത് ചെന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കണിയാൻ തിരിച്ചു വരാതെ പോകാൻ പാടില്ലാത്തതിനാൽ ബുധശുക്രന്മാർ ആ പടിപ്പുരയിൽ തന്നെ ലയിക്കുകയും ചെയ്തു. അതിനാലാണ് ആ പടിപ്പുരയിൽ ബുധശുക്രന്മാരുടെ സാന്നിധ്യം ഇന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഇപ്രകാരമാകുന്ന ആ പടിപ്പുരക്കും മാഹാത്മ്യം സിദ്ധിച്ചത് അങ്ങനെയാണ്. പാഴൂർ പടിക്കൽ. അങ്ങനെ ഈ കണിയാരതും ഭട്ടതിരിയുടെയും കഥ ഇവിടെ സമർപ്പിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് വില്വമംഗലത്ത് സ്വാമിയാരുടേതാണ്. അതും കുറച്ച് പറയാം, അല്ലാതെ വളരെ കുറച്ചായി പോയില്ലേ പറഞ്ഞത്. ഈശ്വരന്മാരെ മാംസചക്ഷുസ് കൊണ്ട് കാണുന്ന കുറച്ചാൾക്കാരിൽ ഒന്നാണ് വില്വമംഗലം സ്വാമിയ. അദ്ദേഹത്തെ കേട്ടിട്ടില്ലാത്തവരില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അധികം പേർക്കും അദ്ദേഹത്തെ അറിയാം. ഈ സ്വാമിയാർ നിമിത്തം കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങൾ ഏർപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അവയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും ചിലർ ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് പറയുന്നില്ല. അങ്ങനെയുള്ളവരുടെ അറിവിലേക്ക് ഇവിടെ അറിവ് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കലേ ഒരു വൃശ്ചിക മാസത്തിൽ കാർത്തിക നാളെ വില്വമംഗലത്ത് സ്വാമിയാർ തൃശ്ശൂർ പേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ദർശനത്തിന് പോയി. ആ സമയത്ത് ഭഗവാൻ ശ്രീകോവിലിനകത്ത് കാണുന്നില്ല. ഇദ്ദേഹത്തിന് നോക്കിയാൽ അവിടെ ഉണ്ടോ ഇല്ലോ എന്ന് മനസ്സിലായി. അങ്ങനെ ഉണ്ണിക്കണ്ണനെ ചത്രയാന്ന് സംവദിക്കല്. ഭഗവാൻ ഇല്ലാതെ പിന്നെ ശ്രീലകത്തേക്ക് വന്നിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ച് സ്വാമിയാർ ഉടനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രദക്ഷിണത്തിനായി ചെന്ന സമയത്തുണ്ടല്ലോ, ഭഗവാൻ തെക്കേ മതിൽമേ കയറി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഉടനെ സ്വാമിയാർ അവിടെ ചെന്ന് വന്ദിച്ചിട്ട്, ഇതെന്താണ് ഇവിടെ ഇരിക്കുന്നത് ഭഗവാനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞുന്നോ, നമ്മുടെ പ്രിയതമയായ കുമാരനല്ലു കാത്യായനില്ലേ, അവര് കുളിയും കഴിഞ്ഞ് വരുന്ന ആഡംബരവും ആഘോഷവും കാണുന്നതിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് എന്ന് പറഞ്ഞു. ഉത്സവത്തിന്റെ അവസാന ദിവസം എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഉള്ളതുപോലെ ആറാട്ട് രാത്രിയിലാണെങ്കിലും കുമാരനല്ലൂർ ഉത്സവത്തിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ആറാട്ട് കഴിഞ്ഞ് കേമമായിട്ടുള്ള എഴുന്നള്ളത്തും പതിവുണ്ട്. അതിന്റെ പ്രാധാന്യവും കേമത്വവും 9ാം ഉത്സവ ദിവസമായ കാർത്തിക നാൾ കുറച്ചധികമുണ്ട്. സാധാരണ പോലെയല്ല, കുറച്ചുകൂടി അധികം. അന്ന് മുതൽ ആണ്ടുതോറും വൃശ്ചിക മാസത്തിൽ കാർത്തിക നാൾ തൃശ്ശൂർ പേരൂർ വടക്കുംനാഥന് രാവിലെ ഒരു പൂജ തെക്കേ മതിൽമേൽ വെച്ചു പതിവായി. ഭക്ഷണം കഴിച്ചിട്ട് കണ്ടാൽ മതി പത്നി വരുന്നതെന്നാണ്. ആണ്ടുതോറും ഭഗവാൻ കാർത്തിക നാൾ കുമാരനല്ലൂർ ഭഗവതിയുടെ എഴുന്നള്ളത്ത് കാണുന്നതിനായിട്ട് ആ മതിൽമേൽ എഴുന്നള്ളിയിരിക്കുമെന്നാണ് സങ്കല്പം. ഈ സംഗതി ജനങ്ങൾ അറിയുന്നതിനും മറ്റും കാരണഭൂതൻ ഈ സ്വാമിയ ആണെന്ന് വിശേഷിച്ച് പിന്നെ പറയണമില്ലല്ലോ. ഒരു അഷ്ടമി നാളെ വില്വമംഗലത്ത് സ്വാമിയാർ വൈക്കത്ത് ക്ഷേത്രത്തിൽ ദർശനത്തിനായി ചെന്നു. ആ സമയത്തും അമ്പലത്തിനകത്ത് നിറച്ച ബ്രാഹ്മണർ ഊണ് കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും സ്വാമിമാരകത്ത് കടന്ന് നടയിൽ ചെന്നപ്പോൾ അവിടെ ഭഗവാനില്ലായിരുന്നു. ഇതെന്താണ് ഇങ്ങനെ വരാനെന്ന് വിചാരിച്ചുകൊണ്ട് സ്വാമിയാർ അമ്പലത്തിലെല്ലാം സൂക്ഷിച്ചു നോക്കി. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുന്നോ, ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷമായിട്ട് വടക്കേ ചുറ്റമ്പലത്തിലെ ഒരു തൂണിന്റെ ചുവട്ടിലിരുന്ന് അസലായിട്ട് സദ്യ ഉണ്ണാണ് കണ്ടത്. ഭഗവാൻ വേഷപ്രച്ഛന്നനായിരുന്നെങ്കിലും സ്വാമിയാർ ദിവ്യനായിരുന്നതുകൊണ്ട് കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ സ്വാമിയാർ അവിടെ ചെന്ന് ഭഗവാനെ വന്ദിക്കുകയും വിവരം ജനങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു. അന്ന് മുതൽ വൈക്കത്ത് ക്ഷേത്രത്തിൽ സദ്യയുള്ള ദിവസങ്ങളിലെല്ലാം ആ തൂണിന്റെ അടുക്കൽ ഭഗവാനെ സങ്കല്പിച്ച് ഒരു ഇല വെച്ച് സകല വിഭവങ്ങളും വിളമ്പുക പതിവായി. അതിനൊക്കെ കാരണമായിട്ട് നമ്മുടെ വില്വമംഗലം, അല്ലെങ്കിൽ ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ വൈക്കത്ത് അഷ്ടമിക്ക് വടക്കേ ചുറ്റിലിരുന്ന് ഊണ് കഴിക്കുക വളരെ മുഖ്യമായിട്ടുള്ളതാണെന്ന്
ബ്രാഹ്മണർക്കൊരു വിശ്വാസം ജനിക്കുകയും ചെയ്തു. പിന്നെന്താ, പിന്നൊന്ന് ഇപ്രകാരം തന്നെ വില്വമംഗലത്ത് സ്വാമിയാർ സ്വാമി ദർശനത്തിനായി ഒരു ഉത്സവകാലത്ത് അമ്പലപ്പുഴയും എത്തി ഭഗവാനെ കാണാൻ. അവിടെയും സ്വാമിമാർ അമ്പലത്തിൽ ചെന്നപ്പോൾ ഭഗവാനില്ല. നമ്മളെല്ലാം പോയിട്ട് തൊഴുതിട്ട് വരുന്നത്. അപ്പൊ ഭഗവാൻ അവിടെ ഉണ്ടോ ഇല്ലോ എന്ന് ആർക്കറിയാം. സ്വാമിയാര് പ്രദക്ഷിണമായി ചെന്നപ്പോൾ ഭഗവാൻ ഒരു പട്ടറുടെ വേഷമായിട്ട് നാടകശാലയിൽ മാരാരുടെ സദ്യക്ക് വിളമ്പിക്കൊണ്ട് നിൽക്കുന്നതായി കണ്ടു. അതാണ് അമ്പലപ്പുഴ നാടകശാലയിൽ കുറച്ചധികം പ്രാധാന്യം ഉണ്ടെന്ന് ഇന്നും പറയും. ഞങ്ങളന്ന് പോയപ്പോഴും അവിടുന്ന് പറഞ്ഞു അങ്ങനെ. ഉടനെ സ്വാമിമാർ അവിടെ ചെന്ന് വന്ദിച്ചിട്ട്, ഇവിടെ വയ്ക്കാനും വിളമ്പാനും ഒക്കെ ധാരാളം ആളുകളുണ്ടല്ലോ ഭഗവാനെ, പിന്നെ അവിടുന്ന് കൂടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവരുണ്ടല്ലോ ഈ മാരാന്മാർ, നമ്മുടെ ഉത്സവം ഭംഗിയാക്കാനായിട്ട് വളരെ അധ്വാനം ചെയ്യുന്നവരല്ലേ. ഇവർക്ക് തൃപ്തിയാകും വണ്ണം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളതാണ്. ആണ്ടുതോറും ഇവരുടെ സദ്യക്ക് വിളമ്പുവാൻ നാം കൂടെ വരിക പതിവുണ്ട്. ഇന്ന് മാത്രമല്ല, അങ്ങ് ഇന്ന് എന്നെ കണ്ടിട്ടുള്ളൂ എന്ന് മാത്രം എന്നരുളി ചെയ്തു. അന്ന് മുതൽക്കാണ് അമ്പലപ്പുഴ ഉത്സവത്തിൽ നാടകശാലയിൽ മാരാന്മാരുടെ സദ്യക്ക് ഇത്ര പ്രാധാന്യം സിദ്ധിച്ചത്. മാരാന്മാരുടെ സദ്യ സമയത്ത് ഭഗവാൻ അവിടെ എഴുന്നള്ളുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വിശ്വാസം. അങ്ങനെ അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു എന്താന്ന് പറയാ, അങ്ങനെ പറയുന്നതല്ല, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് 25-ാം ആണ്ടിൽ അമ്പലപ്പുഴയായിരുന്നു ഞങ്ങളുടെ നാരായണീയ സമർപ്പണം. ഞങ്ങൾ ഓരോരു മഹാക്ഷേത്രങ്ങളിലൊക്കെ നാരായണീയം ഞങ്ങളുടെ ഒരു സത്സംഗം ഗ്രൂപ്പ് പോയിട്ട് അങ്ങനെ അവിടെ സമർപ്പിക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മാസമൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു വർഷമൊന്നും ആയിട്ടുമില്ല, അവിടെ പോയിട്ട് ഞങ്ങള് വായിക്കാൻ തന്ന ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. എവിടെയാന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഇപ്പം പറഞ്ഞ സ്ഥലത്ത്, ഈ നാടകശാലയിൽ. അപ്പൊ അന്ന് നാടകശാലയിൽ വേറെ എന്തോ പരിപാടി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത്, വളരെ മനോഹരമായ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഗംഭീരമായിട്ട്, ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ചൊല്ലിയത്, നാരായണീയം സമർപ്പിച്ചത്. അപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞു എന്നോട്, ഈ ആ നാടകശാലയുടെ അടുത്ത് പോയിട്ട് ഒരു ശ്ലോകമെങ്കിലും ചൊല്ലിക്കോ, അത് ഭഗവാൻ ഉറപ്പായിട്ടും കേൾക്കും. ഭഗവാൻ നാടകശാലയിലാണ് അധിക സമയം ഉണ്ടാവാറ് എന്ന് പറഞ്ഞു. ഒരു അനുഭവ കഥയാണ് ഈ പറയുന്നത്. അതിൻ പ്രകാരം ഞാൻ അവിടെ നിന്നൊരു ശ്ലോകമോ ഒരു കീർത്തനമൊന്നും ഓർമ്മയില്ല, അത് ചൊല്ലിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ശ്രീലകത്തുനിന്നല്ല, ഈ നാടകശാല ഗംഭീരമായിട്ടൊരു ശംഖനാഥം ഒറ്റൊരു തവണ. ഇന്ന് പറയുമ്പോൾ ഇന്നും ശരീരം കോരിത്തരിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ കൂടെ ഉണ്ടായവരെല്ലാം കേൾക്കുകയും ചെയ്തു. അപ്പോ അത്രമാത്രം നാടകശാലക്ക് പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞതിനർത്ഥം. അങ്ങനെ പറഞ്ഞു, ഭഗവാൻ അങ്ങനെ പറഞ്ഞു എന്ന്. അന്ന് മുതൽക്കാണ് അമ്പലപ്പുഴ ഉത്സവത്തിൽ നാടകശാലയിൽ മാരാന്മാരുടെ സദ്യക്ക് ഇത്ര പ്രാധാന്യം സിദ്ധിച്ചത്. മാരാന്മാരുടെ സദ്യ സമയത്ത് ഭഗവാൻ അവിടെ എഴുന്നള്ളുന്നുണ്ടെന്ന് ഇപ്പോഴും ഉള്ള വിശ്വാസം. ഉണ്ടാവും, ഇല്ലാതിരിക്കൂല. ഇങ്ങനെ വില്വമംഗലത്ത് സ്വാമിയാരെ സംബന്ധിച്ച് അനേകം കഥകളുണ്ട്. തിരുവനന്തപുരം തിരുവാർപ്പ് മുതലായ ക്ഷേത്രങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം തന്നെ വില്വമംഗലത്തെ സ്വാമിയാരാണെന്ന് അവിടങ്ങളിൽ സ്ഥലപുരാണങ്ങൾ കൊണ്ട് പ്രസിദ്ധാണല്ലോ. ചേർത്തല കാർത്യായനിയും വില്വമംഗലത്ത് സ്വാമിയാരുടെ പ്രതിഷ്ഠയാണെന്നാണ് കേട്ടിരിക്കുന്നത്. അവിടെയും ഇദ്ദേഹമാണ് പ്രതിഷ്ഠിച്ചത് ദേവിയെ. ഒരിക്കൽ സ്വാമിമാർ എവിടെയോ പോകുന്നതിനായി കരമാർഗം ചേർത്തല വഴി പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു വനപ്രദേശത്ത് 7 കന്യകമാർ കുളിച്ചു കൊണ്ടിരിക്കുന്നതായി കണ്ടു. ഈ കന്യകമാരെ കണ്ടപ്പോൾ തന്നെ ഇവർ കേവലം മാനുഷികളല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. സ്വാമിമാരടുത്ത് ചെന്നു സ്വാമിയാര്. ഉടനെ അവർ 7 പേര് അവിടെ നിന്ന് ഓടിത്തുടങ്ങി. സ്വാമിയാര് വിട്ടോ, അദ്ദേഹം പിന്നാലെ ഓടി. കന്യകമാർ 7 പേര് ഓടിച്ചെന്ന് ഓരോ കുളത്തിൽ ചാടി. സ്വാമിയാരും പിന്നാലെ ചാടി. ഓരോരുത്തരെ പിടിച്ച് ഓരോ സ്ഥലത്ത് ഇരുത്തി. ഒടുക്കം 7ാമത്തെ കന്യക ചാടിയത് ഒരു ചേറുള്ള കുളത്തിലായിരുന്നതിനാൽ ആ കന്യകയുടെ തലയിലൊക്കെ ചേറായി. ആ കന്യകയെ സ്വാമിയാര് പിടിച്ചിട്ട് ചെല്ലാതെ കുറെ ബലം പിടിച്ചു നിന്നു ഈ ദേവി. ഒടുക്കം സ്വാമിയാര്, എടി ചേറ്റിൽ തലയായോളെ എന്നും പറഞ്ഞൊരു വൃത്തികെട്ട വാക്കം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞു.
കൊണ്ട് ആ കന്യകയും പിടിച്ചു കയറ്റി അവിടെ ഇരുത്തി. ചേറ്റിൽ തലയായത് കൊണ്ട് ചേർത്തല ഭഗവതി എന്നാ ഭഗവതിക്കും ചേർത്തല എന്ന ആ പ്രദേശത്തിന് നാമം സിദ്ധിച്ചു. ഇങ്ങനെ ചേർത്തല വില്ലമംഗലത്ത് സ്വാമിമാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 7 ഭഗവതികൾ ഉണ്ടായിത്തീരുകയും ചെയ്തു. അതിൽ 7ാമത്തേതായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവിയാണ് പ്രസിദ്ധപ്പെട്ട സാക്ഷാൽ ചേർത്തല കാത്യായനി. പ്രതിഷ്ഠാ സമയത്ത് സ്വാമിയാർ പുംശ്ചലി, അത് പച്ച മലയാളത്തിൽ അദ്ദേഹം വിളിച്ചു എന്നാണ് പറയുന്നത്. അസഭ്യവാക്ക് പറഞ്ഞുകൊണ്ട് പ്രതിഷ്ഠിച്ചതിനാലാണ് ഇന്നും ആ ദേവിക്ക് അസഭ്യങ്ങളായ പാട്ടുകളും ശകാരങ്ങളും ഒക്കെ സന്തോഷകരങ്ങളായിരിക്കുന്നത് എന്നൊരു കർമ്മം. ചേർത്തല പൂരത്തിന്റെ പാട്ടുകൾ പ്രസിദ്ധങ്ങളാണല്ലോ. ഇങ്ങനെ വില്ലമംഗലത്ത് സ്വാമിയാരുടെ അത്ഭുത കർമ്മങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച കഥകളും വളരെ 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 ഉണ്ട്. ഇവരെല്ലാം വാസ്തവത്തിൽ നടന്നവയാണെങ്കിൽ ഈ കഥകൾക്കെല്ലാം വിഷയീഭൂതനായ സ്വാമിമാർ ഒരാൾ തന്നെ അല്ലെന്നോ അനേകം വില്ലമംഗലത്ത് സ്വാമിമാരന്മാരുണ്ടായിരുന്നെന്നോ അഥവാ ഒരാൾ തന്നെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം ഒരു മനുഷ്യായുഷ്കാലങ്ങളിൽ വളരെ വളരെ കൂടുതലായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ആയുഷ്കാലം വിചാരിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ തിരുവനന്തപുരം, തിരുവാർപ്പ്, ഏറ്റുമാനൂർ, ചേർത്തല മുതലായ സ്ഥലങ്ങളിൽ അനേകം ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണഭൂതൻ ഈ ഒരു സ്വാമിമാർ തന്നെ ആയിരിക്കണമെങ്കിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടായ കാലങ്ങൾക്ക് ഏറിയാൽ ഒരു 100 കൊല്ലത്തിലധികം അന്തരം വരാൻ പാടില്ലല്ലോ. അപ്രകാരം തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ, തലക്കുളത്തൂർ ഭട്ടതിരി മുതലായ അനേകം മഹാന്മാരുടെ കാലത്തെല്ലാം ഈ വില്വമംഗലം സ്വാമിയാരുണ്ടായിരുന്നതായി അനേകം കഥകളുണ്ട്. അദ്ദേഹം ഒരുപാട് ആയിട്ടുള്ള ആളായിരിക്കാം. ഇവയും വാസ്തവമായിരിക്കണമെങ്കിൽ ഈ മഹാന്മാരുടെ ജീവിതകാലവും ഏകദേശം ഒന്നായിരിക്കണമല്ലോ. ചരിത്രപ്രകാരം കാലങ്ങൾക്ക് വളരെ അന്തരമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ വാസ്തവം നമുക്ക് അറിവുള്ളവർ പറഞ്ഞു തന്നാല് കൊള്ളാം എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ കഥ സമർപ്പിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.